തിരുവനന്തപുരം കഴക്കൂട്ടത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകളെ കാണാതെയായി. അസം സ്വദേശി അൻവർ ഹുസൈന്റെ മകൾ 13 വയസ്സുകാരി തസ്മിത് തസുമിനെയാണ് കാണാതായത്. ഇന്ന് രാവിലെ കുട്ടിയെ അമ്മ വഴക്ക് പറഞ്ഞതിനു ശേഷം ഉച്ചയോടെ കാണാതാവുകയായിരുന്നു. കുട്ടിക്കായി DCP വിജയ് ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഒരു മാസം മുൻപാണ് ഇവർ ഇവിടെ എത്തിയതെന്ന് വീട്ടുടമ സലീം പറഞ്ഞു. വിവരങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, അസമിൽ നിന്നുള്ള ദമ്പതികളുടെ കുട്ടിയെയാണ് കാണാതായിരിക്കുന്നത്. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? അതുപോലെ ഈ കുട്ടിക്ക് അസാമീസ് ഭാഷ മാത്രമേ അറിയൂ എന്നത് വലിയ വെല്ലുവിളിയാണ് എന്നതടക്കം പുറത്തു വരുന്നുണ്ട് വാർത്തകൾ. വിവരങ്ങൾ എന്തെല്ലാം? തീർച്ചയായും നീലിമ പറഞ്ഞതുപോലെ തന്നെയാണ് 13 വയസ്സുകാരിയായ പെൺകുട്ടിയെയാണ് ഇന്ന് ഉച്ചയോടെ കാണാതായിട്ടുള്ള കഴക്കൂട്ടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകളെയാണ് കാണാതെയായിട്ടുള്ളത്. ഇന്ന് രാവിലെ ഈ കുട്ടിയുടെ അമ്മ കുട്ടിയെ വഴക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തെ തുടർന്ന് കുട്ടിയിലുണ്ടായ വാശിയാണ് ഇത്തരത്തിൽ വീട് വിട്ടുപോകാനുള്ള ഒരു കാരണമായി വീട്ടുകാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ നീലമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിക്ക് ഭാഷ അറിയില്ല എന്നത് വലിയ വെല്ലുവിളിയായി ഈ അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുട്ടിക്ക് ആകെ അറിയുന്നത് ആസാമി ഭാഷ മാത്രമാണ്. അത് ഈ അന്വേഷണത്തെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ കുട്ടിക്ക് മാത്രമല്ല കുടുംബത്തിനും കാര്യമായ രീതിയിൽ ഹിന്ദിയോ അല്ലെങ്കിൽ മറ്റ് ഭാഷകളോ അറിയില്ല എന്നത് ഈ അന്വേഷണത്തെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെ ഈ കുട്ടി ഈ കുടുംബത്തിലെ മുതിർന്ന കുട്ടിയാണ് ഇപ്പോൾ കാണാതായ 13 വയസ്സുകാരി തസ്മിത് സുംസും എന്ന് പറയുന്ന ഈ പെൺകുട്ടി. ഈ പെൺകുട്ടി മറ്റ് രണ്ട് സഹോദരിമാർ, ഒരു സഹോദരിയും രണ്ട് സഹോദരിമാരോട് വഴക്കിടുന്ന അല്ലെങ്കിൽ തർക്കിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തർക്കിക്കുന്ന കാഴ്ച കണ്ട കുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ വഴക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്നുണ്ടായ ഒരു പിണക്കത്തിൽ, ഒരു വാശിയിലാണ് ഇത്തരത്തിൽ പെൺകുട്ടി വീട് വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വീട് വിട്ടു പോകുന്ന സമയത്ത് കുട്ടി ബാഗിൽ വസ്ത്രങ്ങളടക്കം പാക്ക് ചെയ്തു പോയി എന്നതാണ് വീട്ടുകാർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത്. ഈ കുട്ടി വാശിപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തതാണ് എന്ന് കരുതിയാണ് വീട്ടുകാർ ആദ്യം ഇതിനെ വേണ്ട രീതിയിൽ ഗൗനിക്കാത്തത്. അതിനൊപ്പം തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തൊട്ടടുത്തുള്ള സ്വകാര്യ സ്കൂളിൽ ഗാർഡനിങ് ജോലി ചെയ്യുന്നവരാണ്. ഉച്ചക്ക് ഇന്ന് രാവിലെ വഴക്ക് പറയുന്നു. അതിനുശേഷം ജോലിക്ക് പോയി തിരിച്ചു വരുന്നത് ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കാനായാണ്. ഒരു മാസം മുൻപാണ് ഈ കുടുംബം അവിടെ താമസിക്കാൻ എത്തിയതെന്നാണ് വീട്ടുടമ സലീം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട ശേഷം സുലേഖയിലേക്ക് തിരിച്ചെത്താം. ഇവിടെ താമസിക്കാൻ വന്നിട്ട് 1 മാസമാവുന്നു. കഴിഞ്ഞ 20-നാണ് താമസിക്കാൻ വന്നത്. ആദ്യം ആ പയ്യനോട് അൻവർ എന്നാണ് പേര്. അവന് അൽസാജിൽ ജോലിയാണ്. അൽസാജിന്റെ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞ എനിക്ക് ഒരു വീട് താമസിക്കാൻ ഇവിടെ ഉള്ളത് കൊണ്ട് അത് കൊടുക്കുകയും ഇവിടെ വന്ന് നോക്കിയാൻ ഇഷ്ടപ്പെട്ട് 5000 വാടകയ്ക്ക് സമ്മതിച്ച് ഫാമിലി വന്നത്. ആദ്യം അൻവറാണ് ഇവിടെ വന്ന് വീടെടുത്തു. അവൻ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വൈഫും 3 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ താമസിച്ചത് ഈ കുട്ടികൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന കുട്ടികളല്ലേ, അവർക്ക് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി കെട്ടിയപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് ഇവിടുത്തെ HM ഒന്ന് കണ്ട ഈ കുട്ടികളൊന്ന് സ്കൂളിൽ പഠിപ്പിക്കാനുള്ള വല്ല വഴിയും വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞാൽ TC കിട്ടിയെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അതൊന്നും അവരിലില്ല, അവർ ആസാമികളാണ്, അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നപ്പോഴേ ആധാർ കൊണ്ടുവരും നോക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ചെന്ന് കാണി സാറിന് എൻ്റെ പ്രായം അനുസരിച്ചുകൊണ്ട് ഒരു കുട്ടി ഇവിടെ പഠിപ്പിക്കുകയും 2 കുട്ടികൾക്ക് കണിയാവരത്തേക്ക് റെഫർ ചെയ്യുകയും അഡ്മിഷൻ മാറ്റി വിടുകയും ചെയ്യും. ഞാൻ വൈകിട്ട് ഇവിടെ ഏതായത് ഒരു നാട്ടുകാരൻ വിളിച്ചിട്ട് നിങ്ങൾ വീട്ടിലൂടെ പോലീസും പാരൊക്കെ നിൽക്കുന്നതെന്ന് അറിയുന്നതുകൊണ്ട് 4 മണിക്കാണ് ഇവിടെ വരുന്നത്. വരുമ്പോഴാണ് ഞാൻ ഈ കുട്ടി മിസ്സിങ് ആയ കാര്യം അറിയുന്നത്. അവൻ വിളിക്കുകയോ ആരും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ 4 മണിക്ക് പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി പോയി ഇറങ്ങിയപ്പോഴത്തേക്ക് പറഞ്ഞു നിങ്ങളെ വീട്ടിലൂടെ പോലീസും ആൾക്കാരുമായിട്ട് കിടക്കുക, എന്താ റീസൺ എന്ന് ചോദിച്ചപ്പോൾ അവൻ ചോദിച്ചാൽ പറഞ്ഞു ഒരു കുട്ടി മിസ്സിങ് ആണ്. അത് പിന്നെ അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇവിടെ സ്റ്റേഷനിലെ സാറും ആൾക്കാരും കൂടെ അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ ഞങ്ങളും അന്നേരം ഞാൻ വന്നതിന് ശേഷം ഞങ്ങൾ സ്റ്റേഷനിലെ സാറന്മാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പരിസരത്തെല്ലാം നോക്കി, സ്കൂളിൽ പോയി നോക്കി, അവിടെ ഗാർഡനിൽ നോക്കി, കണിയാൻ സ്കൂളിൽ പോയി നോക്കി. ഞാൻ സാറിൻ്റെ കൂടെ ഞാനൊക്കെ പോയിരുന്നു. ഞങ്ങളാ കഴിയുന്ന രീതിക്ക് പരിസരത്തെല്ലാം ഊടിലും വഴിയിലും എല്ലാം ആ ഗാർഡനിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ അവർക്ക് കുട്ടി പോകാനുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ എല്ലായിടും നോക്കിയായിരുന്നു. പക്ഷെ ഒരിടത്ത് നമ്മൾ കാണാൻ കഴിഞ്ഞില്ല. സുലേഖ, CCTV അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും വിധത്തിലുള്ളൊരു സൂചന പോലീസിന് ലഭിക്കുന്നുണ്ടോ?
നീലിമ, CCTV ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പോലീസ് പരിശോധിച്ചതാണ്. കഴക്കൂട്ടം പോലീസ് നേരത്തെ തന്നെ ഇത്തരത്തിൽ വീടിന് തൊട്ടടുത്തുള്ള വീടുകളുടെയും ഒപ്പം മറ്റ് CCTV ദൃശ്യങ്ങളുടെയൊക്കെ മറ്റ് കെട്ടിടങ്ങളുടെയൊക്കെ CCTV ദൃശ്യങ്ങൾ നേരത്തെ തന്നെ കഴക്കൂട്ടം പോലീസ് ശേഖരിച്ച് പരിശോധിച്ചതാണ്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നൊന്നും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു സംഭവങ്ങളും യാതൊരു ദൃശ്യങ്ങളും ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. നിലവിൽ ഡോഗ് സ്ക്വാഡ് എത്തി ഈ വീടിന് കുട്ടി താമസിച്ചിരുന്ന വീടും വീടിനോട് ചേർന്നുള്ള പരിസര പ്രദേശങ്ങളും ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് പരിശോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന്. ഈ ഒരു റോഡിലേക്കാണ് നിലവിൽ ഈ ഡോഗ് സ്ക്വാഡ് പോയിട്ടുള്ളത്. ഇവിടെ കുട്ടിയുടെ മണം പിടിച്ചാണ് ഈ ഡോഗ് സ്ക്വാഡ് ഒരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളത്. ഇന്ന് ഈ വീട്ടുടമ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1 മാസം മുൻപ് മാത്രമാണ് ഈ കുടുംബം ഇവിടേക്ക് താമസം വന്നിട്ടുള്ളത്. അതിനു മുൻപ് ഈ കഴക്കൂട്ടത്ത് തന്നെയുള്ള ഒരു കൺവെൻഷൻ സെന്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജോലിയാണ് ഈ കുട്ടിയുടെ പിതാവ് അൻവർ ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഈ കുട്ടി തൊട്ടടുത്തുള്ള സ്കൂളിൽ സുലേഖ, കുട്ടിയെ സുരക്ഷിതയായി കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.